സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ രണ്ടുവരി പാട്ട് ഞാൻ പാടിയപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഓടി വന്ന ഒരു മുഖമുണ്ട്. കർത്താവിൻ ദാസൻ പക്ഷെ ഷാജു ശാമുവേൽ അവറുകൾ ഈ വരികൾ എഴുതുകയും ഈണം പകരുകയും ശേഷം കർത്താവിൻ്റെ ദാസി ഷാജു ശാമുവേൽ അവറുകളുടെ പ്രിയ അമ്മ ചത്തിയറ ഗ്രേസിയമ്മച്ചി പാടിയ ഈ പാട്ടാണ് ഞാനിപ്പോൾ രണ്ടു വരി നിങ്ങൾക്ക് വേണ്ടി പാടിയത്. ചില വർഷങ്ങൾക്ക് മുൻപ് പ്രിയ അമ്മച്ചിയെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അമ്മച്ചിയുടെ ഇന്നത്തെ സാഹചര്യം എന്താണെന്ന് നമുക്കറിയില്ല. അന്ന് നമ്മൾ അമ്മച്ചിയെ മാത്രമാണ് പരിചയപ്പെട്ടതെങ്കിൽ ഇന്ന് അമ്മച്ചിയെയും അപ്പോൾ തന്നെ ഞാൻ പാടിയ ഈ പാട്ടിൻ്റെ വക്താവ് കൂടിയായിരിക്കുന്ന അമ്മച്ചിയുടെ പ്രിയ മകൻ ഷാജു പാസ്റ്ററേയും നമുക്ക് കാണേണ്ടതുണ്ട്. അവരുടെ വിശേഷങ്ങൾ അറിയേണ്ടതുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് അമ്മച്ചിയുടെ ഭവനത്തിലേക്ക് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അപൂർവങ്ങളിൽ അപൂർവമായി സുവിശേഷ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ഒരമ്മയും മകനും. ഇവരുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഈ അമ്മച്ചിയെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഈ പ്രായത്തിൽ ഇന്ന് ഈ അമ്മച്ചിയെ കർത്താവിന്റെ ഒരു പാട്ടുകാരിയായി ലോകമറിയപ്പെടുന്നു. തന്റെ രണ്ടാമത്തെ മകനായ പാസ്റ്റർ ഷാജു ശാമുവേലിന്റെ തൂലികയിലും ഈണത്തിലും പിറന്ന സാരമില്ല ഈ സങ്കടങ്ങൾ എന്ന ഗാനം ഈ അമ്മച്ചി പാടി വളരെ പ്രശസ്തമാണ്. ഇന്ന് ഇവരുടെ പാട്ടും ശുശ്രൂഷകളും കേൾക്കാൻ അനേകർ കൊതിച്ചിരിക്കുന്നു. അമ്മച്ചിയുടെ കഴിവുകൾ കണ്ടെത്തി ലോകമറിയപ്പെടുന്ന തരത്തിൽ വേണ്ട പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു മകൻ. ഇന്ന് പലരും മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലും മറ്റും ഉപേക്ഷിക്കുമ്പോൾ അവരെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതിരിക്കുമ്പോൾ ഈ മകൻ അവരിൽ നിന്ന് വളരെ വ്യത്യസ്തനാവുകയാണ്. തന്റെ സ്വന്തം അമ്മയെ ഏത് അവസ്ഥയിലും ചേർത്ത് പിടിക്കുന്ന ഒരു മകൻ പാസ്റ്റർ ഷാജു ശാമുവേൽ. നമുക്കിന്ന് ഇവരുടെ വളരെ വ്യത്യസ്തമായ വിശേഷങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. സ്വതന്ത്രം ദേവാസനെ സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു പാസ്റ്റർ. അമ്മച്ചി സന്തോഷമായിട്ടിരിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ഞാൻ അന്ന് വന്നപ്പോൾ ശരിക്കും പറഞ്ഞ അമ്മച്ചിക്ക് എനിക്ക് തോന്നുന്നത് അന്ന് വന്നപ്പോൾ ഇച്ചിരി ക്ഷീണിതയായിരുന്നു. അന്നത്തെക്കാളും ഇന്ന് കുറച്ചുകൂടെ ചെറുപ്പമായിട്ടുണ്ടല്ലോ. ഈ 83-ാമത്തെ വയസ്സിലും ഈ ചെറുപ്പത്തിന്റെ രഹസ്യം എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. മോനെ, അത് ദൈവത്തിന്റെ മഹത്വമാ. ദൈവം എന്നെ ഇങ്ങനെ ചെറുപ്പമാക്കി കൊണ്ടുവരുക. ഞാൻ ദൈവത്തിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് എന്നെ ഇങ്ങനെ കൊണ്ടുവരുന്നത്. അതെ, ഞാനും അത് ചിന്തിക്കാതിരുന്നില്ല. കാരണം ഞാൻ വയസ്സായി വരുക, അമ്മച്ചി ചെറുപ്പക്കാരിയായി വരുക. അതിന്റെ രഹസ്യം എന്തോന്ന് ഇന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ കർത്താവിന് ഞാൻ നന്ദി പറയുകയാണ്. ചില നാളുകൾക്ക് മുൻപ് ഞാനിവിടെ വന്നപ്പോൾ സന്തോഷത്തോടെ അന്ന് കണ്ട് പരിചയപ്പെട്ട് പാട്ടുകളൊക്കെ കേട്ട് നമ്മൾ മടങ്ങി. പക്ഷെ ഇന്ന് ഒത്തിരി സാഹചര്യങ്ങളൊക്കെ ദൈവം മാറ്റി. സ്തോത്രം. പക്ഷെ ഞാനിവിടെ വന്നപ്പോൾ സാഹചര്യങ്ങളെല്ലാം മാറിയെങ്കിലും മാറാത്തതായിട്ടൊരു സാധനത്തെ ഞാൻ കണ്ടു. അതാണ്ടാ മൈക്ക് സെറ്റ്. അത് മോനെ, ഈ മൈക്ക് സെറ്റിലൂടെയാണ് ഞാൻ എന്റെ കർത്താവിന് ഉയർത്താണ്ടായത്. ഇത്രത്തോളം കർത്താവിന് ഉയർത്തുവാനും ഈ മൈക്ക് സെറ്റിന്റെ ശബ്ദത്തോടാണ്. അതുകൊണ്ട് ഞാൻ മാറ്റത്തില്ല. അനേകരെ എനിക്ക് ഇപ്പോഴത്തെ പുതിയ മൈക്കുകൾ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് എടുത്തുകൊണ്ട് പോകാനുള്ള കഴിവൊന്നും എനിക്കില്ല, ആരോഗ്യമില്ല. അതുകൊണ്ട് എൻ്റെ കർത്താവിനെ ഇനിയും ഈ മൈക്ക് സെറ്റ് കൊണ്ട് നടന്ന് ഞാൻ ദേശത്തൊട്ടാകെ ഇനി ഉയർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് എൻ്റെ ലക്ഷ്യം. സാരമില്ല ഈ സങ്കടങ്ങൾ, മാറിപ്പോകും ഈ വേദനകൾ. യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 5 ലക്ഷം പേരിൽ മുകളിൽ അത് കണ്ടു കഴിഞ്ഞു. ഞാനും കണ്ടു. ഞാൻ അനേകർക്ക് അയച്ചു കൊടുത്തു. അനേകർക്ക് സന്തോഷമായി. ദൈവാസനെ, എനിക്കറിയാം ഈ പാട്ടൊരിക്കലും ഒരു മാനുഷികമായി പിറന്നതല്ല. ഒരു ദൈവികമായ കാഴ്ചപ്പാടോടുകൂടി
ഏതോ ഒരു സങ്കടത്തിൻ്റെ മുൻപിൽ നിങ്ങളായിരുന്നപ്പോഴാണ് അത് രചിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ശരിക്കും ആ പാട്ട് പിറക്കാനുള്ളൊരു സാഹചര്യത്തെക്കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? പക്ഷേ ആ പാട്ട് എഴുതാനൊരു സാഹചര്യം, ഞാനതൊരു 2 വർഷം മുമ്പാണ് ഞാൻ ആ പാട്ട് എഴുതുന്നത്. കാരണം ഒത്തിരി മാനസികമായി തകർന്ന നിമിഷം. കാരണം എൻ്റെ കുഞ്ഞ് പഠിക്കുന്നതിന് മോള് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ല. BS നഴ്സിനോളന്ന് പഠിക്കുക, എനിക്ക് നിവൃത്തിയില്ല. മോനും പഠിക്കുന്നു. എനിക്കാണെങ്കിൽ ഞാനൊരു കിഡ്നി പേഷ്യൻ്റാണ്. അന്നും എനിക്ക് ഒത്തിരി വേദന വന്ന് ഭയങ്കര വേദനയാണ്. ആ രാത്രി ഞാൻ ഉറങ്ങിയില്ല. അസ്വസ്ഥമായിട്ട് ഭാരപ്പെട്ടിരിക്കുമ്പോൾ അന്ന് ആ രാത്രി എൻ്റെ മനസ്സിൽ വന്ന വരികളാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റ രാത്രി കൊണ്ട് ആ പാട്ട് മൊത്തം എഴുതി എന്നുള്ളതാണ് സത്യം. എഴുതി ഞാൻ ട്യൂൺ കൊടുത്തു. പിറ്റേന്ന് എൻ്റെ മകളെ കൊണ്ട് ഞാൻ ആ പാട്ട് പാടിച്ചു. ശേഷം എൻ്റെ ഭാര്യ പാടി. പിന്നെ എൻ്റെ ചർച്ചയിൽ ഞാൻ എല്ലാവരും പാടി പഠിപ്പിച്ചു. പിന്നെയാണ് എൻ്റെ മനസ്സിന് ആഗ്രഹം വന്നത് ടെലികാസ്റ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ നമ്മുടെ സ്റ്റുഡിയോ തന്നെ പാടി എല്ലാം റെഡിയാക്കി. തിരുവല്ലയുള്ള അനീഷ് കെ ജോസ് എന്ന് പറയുന്ന അമ്പതനെ കൊണ്ട് ആ പാട്ട് പാടിച്ചു. പക്ഷേ ദൈവനോട് സംസാരിച്ചു, നീ ആ പാട്ട് നിൻ്റെ മാതാവിനെ കൊണ്ട് പാടിക്കണം. അങ്ങനെ പലരും ചോദിച്ചു, ആ പാട്ട് ഇറക്കിയതല്ലേ, പിന്നെ എന്തിനാണ് ഈ അമ്മയെ കൊണ്ട് ഇപ്പോൾ പാടിക്കുന്നത്? പലരും എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ അവരോടൊന്നും മറുപടി പറഞ്ഞില്ല. പക്ഷേ ദൈവനോട് പറഞ്ഞു, ഞാൻ അമ്മയെ കൊണ്ട് പാടിച്ചു. നിങ്ങൾക്കറിയാമോ, ഇപ്പോൾ ആ പാട്ട് 5.25 ലക്ഷം പേര് ആ പാട്ട് ഇപ്പോൾ കണ്ടു. അനേകരെ വിളിച്ചു. ഒത്തിരി പേർ ആ പാട്ട് കേട്ടിട്ട് ആത്മഹത്യയിൽ നിന്നും ദൈവം അവരെ വിടുവിക്കും. ഞങ്ങളോട് കൂടെ ഷാർജ പോയപ്പോൾ ഒരു ചർച്ച ഞങ്ങളിങ്ങനെ ആരാധനയ്ക്ക് ചെന്നപ്പോൾ അവരറിയുന്നില്ല ഞാനായി പാട്ട് എഴുതുന്നത്. ഞാൻ നോക്കി നിൽക്കുക, ഈ പാട്ട് ആ ചർച്ചിൽ പാടി ആരാധിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ അത് അതിശയപ്പെട്ടു പോയി. പിന്നെ ഞാൻ പറഞ്ഞു, ഞാനാണ് ഈ പാട്ട് എഴുതിയെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമായി. അവരെന്നെ വിളിച്ച് പരിചയപ്പെടുത്തുവാനൊക്കിടയായി. അങ്ങനെ ഈ പാട്ട് അനേകർ ഇന്നും ഏറ്റു പാടുന്നു, അനേകർ പാടിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് വലിയൊരു സന്തോഷമാണ്. അങ്ങനെയാണ് ഈ പാട്ടിൻ്റെ ഒരു വലിയ സത്യം. കിഡ്നിക്ക് എന്ത് പറ്റി? കിഡ്നിയുടെ കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ പാസേ. കിഡ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കിഡ്നി ഫെയിലാണ്. അത് ചെറുപ്പം പോലെ തന്നെ വയ്യാതിരിക്കുകയാണ്. ഇപ്പം അതിനകത്തൊരു ഇൻഫെക്ഷൻ ഉണ്ട്. ഒരു 13 വർഷം മുമ്പ് ഒരു സർജറി ചെയ്തായിരുന്നു. കീഹോൾ ബ്ലോക്ക് മാറ്റിയത്. ഒരു വലിയ കിഡ്നിയാണ്. പക്ഷേ അതിനകത്ത് ഇൻഫെക്ഷനായി. യൂറിനിലൂടെ ആ ഇൻഫെക്ഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് അത് ആ കിഡ്നി അവിടെ നിന്ന് നീക്കം ചെയ്യണം. ഒരു 3 മാസം കഴിഞ്ഞ് അതിൻ്റെ സർജറി ഉണ്ട്. നല്ല ചിലവുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് പേടിയൊന്നുമില്ല. ദൈവം അതിനനുഭവം ചെയ്യുമെന്നറിയാം. അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും അതിൻ്റെ അസ്വസ്ഥതകളുണ്ട്. അങ്ങനെ കാര്യങ്ങളിരിക്കുന്നു. ഭാരപ്പെടേണ്ട ദൈവാസനെ, അതിൻ്റെ കാര്യങ്ങളെല്ലാം ദൈവം ഭംഗിയായിട്ട് ചെയ്യും. നമ്മുടെ ദൈവം രോഗത്തിന് മേൽ അധികാരമുള്ളവനാണ്. നിങ്ങൾ ആ വിഷയത്തിന്മേൽ ട്രീറ്റ് ചെയ്യണം. ട്രീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കൊരു ഭാരം കാണും. ന്യായമായ സാമ്പത്തികമൊക്കെ ആവശ്യമായി വരികയില്ലേ? അതെല്ലാം തക്കതായ സമയത്ത് ഏലിയാവിനെ കാക്കയയച്ച് പോഷിപ്പിച്ച ദൈവം നിങ്ങളെ പോഷിപ്പിക്കും. ഇപ്പം ശാരീരിക വേദനയൊക്കെയാണെന്ന് പറഞ്ഞല്ലോ. ഈ ശാരീരിക വേദന ആയതുകൊണ്ട് രണ്ടുപേരും ഒതുങ്ങിയിരിക്കുവാണോ, അതോ ഇപ്പൊ ശുശ്രൂഷയ്ക്ക് എങ്ങനെ പോകുന്നു? പാസ് ഈ കിഡ്നിയൊക്കെ വയ്യാതിരിക്കും, അത് വേദനയൊക്കെ ഒരു ഭാഗത്ത് കിടക്കും. ഇപ്പം കർത്താവിന് വേല നമുക്ക് ചെയ്യാനിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇതൊക്കെ വെച്ചോണ്ട് കർത്താവിന് വിലയ്ക്ക് പോകും, ശുശ്രൂഷിക്കും. ഈ പ്രസംഗിക്കുമ്പം ദൈവികൃപ വ്യാപരിക്കുമ്പം ഈ വേദനയൊക്കെ അങ്ങ് മാർക്കും, തുള്ളിച്ചാടുകയും സ്തോത്രം പറയും, ആരാധിക്കുകയൊക്കെ ചെയ്യും. ഇത് വെച്ചുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. അതങ്ങനെ ഇരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ എൻ്റെ സത്യം. പക്ഷെ ഞാനൊന്ന് വന്നപ്പോഴേ നമ്മുടെ വീടിൻ്റെ കാര്യമൊന്ന് പറഞ്ഞായിരുന്നല്ലോ. സഭാവുകൾ മാത്രമേ ഉള്ളൂ, വീട് പണിയൊന്നും നടന്നിട്ടില്ല. അതിൻ്റെ ക്രമീകരണങ്ങൾ വല്ലതും ആയോ? വീട് വെച്ചോ? ഇപ്പം എങ്ങനെയാണ് അതിൻ്റെ ഒരു സാഹചര്യമൊക്കെ? പക്ഷേ വീടിൻ്റെ കാര്യം പറയാനാണെങ്കിൽ വീട് പണികളൊന്നും ആയിട്ടില്ല. ഞങ്ങളിപ്പോഴും ഹോളിൽ തന്നെയാണ് താമസിക്കുന്നത്. ഞങ്ങൾ ആഹാരം പാകം ചേട്ടങ്ങൾ ഹോളിലാണ് കിടന്നിറങ്ങുന്നത്. നമുക്ക് വീടൊന്നും ആയിട്ടില്ല. അതൊക്കെ ദൈവം ഒരുക്കുമ്പോൾ നടക്കുന്നേ. നമുക്ക് നിത്യതയിൽ വലിയ വീടുണ്ട്, കൈപ്പണിയില്ലാത്ത ആ ഒരു ഭവനം നമുക്കുണ്ട്. കർത്താവ് ഒരുക്കിയിരിക്കുന്നു. അതാണ്. പിന്നെ അതിലുപരിയായി അമ്മച്ചിക്ക് നല്ലൊരു വീടായി, പിന്നെ എൻ്റെ അനിയന് നല്ലൊരു വീടായി. അതൊക്കെ വലിയ കാര്യമല്ല. അത് കണ്ട് നമുക്ക് സന്തോഷിക്കാമല്ലോ. പിന്നെ അതൊക്കെ ദൈവത്തിൻ്റെ കരുത്തില്ല. ദൈവം തന്നാലും തന്നില്ലെങ്കിലും നമുക്ക് സന്തോഷം. നമുക്കതിന് പരാതിയില്ല. അത് കർത്താവിൻ്റെ കരുത്തിൽ കൊടുത്തിരിക്കുകയാണ്. അത് ഒക്കുമ്പോൾ ഒക്കട്ടെ. അല്ലെങ്കിൽ നമുക്ക് ഉയരത്തിൽ സ്വർഗത്തിൽ കൈപ്പണിയില്ലാത്തൊരു ഭവനം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. നമുക്കത് മതി തന്നെ.
അതാ നമുക്കതിൽ വലിയ ആർത്തിയൊന്നുമില്ല. ഞാൻ അന്ന് വന്നപ്പോഴേ ഇവിടെ ഒരു മൂത്ത വയ്യാത്തൊരു മോനും മോളും ഉണ്ടായിരുന്നല്ലോ. എങ്ങനെയുണ്ട് അദ്ദേഹത്തിന് ഇപ്പം സുഖഭേദമായോ അതോ രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നോ? ഇവിടെ ഉണ്ടോ അവർ? ഞാൻ കണ്ടില്ലല്ലോ അവരെ. അത് അവന് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ അസുഖമായിരുന്നു. ഇന്നവന് ഒരു 3 ദിവസം കൊണ്ട് അസുഖത്തിന് ഇച്ചിരി ഭേദം കിട്ടി. അപ്പോൾ രണ്ടുപേരും കൂടി ഇന്ന് ഒരു പ്രാർത്ഥനയ്ക്ക് പോയേക്കുക. അങ്ങനെ 4 ദിവസം കഴിയുമ്പം സുഖമാവും. പിന്നെയും അത് തന്നെ അങ്ങനെ ഉള്ള അവസ്ഥയായി ഇപ്പം. അപ്പം സൗഖ്യം കിട്ടുമ്പോൾ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകും. അങ്ങനെ പോയി. കാണുന്നു ഞാൻ എൻ്റെ ഭാഗ്യനാടിനെ. ഈ പാട്ട് പാടിയത് നമ്മുടെ നാട്ടിലല്ലല്ലോ. രണ്ടുപേരുടെ ഇതിനിടയ്ക്ക് വിദേശത്തേക്ക് ഒന്ന് പോയി. ഞങ്ങൾ യൂട്യൂബിൽ അതും കണ്ടു. ഷാർജ യാത്രയെക്കുറിച്ച് ഒന്ന് രണ്ടുപേരൊന്ന് വിശദീകരിച്ചട്ടെ. അമ്മയുടെ ആദ്യ ഫ്ലൈറ്റ് യാത്രയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അതെ, സത്യമായിരുന്നു. ഈ പാട്ട് നമ്മുടെ നാട്ടിലല്ല. ഒരു യാത്ര ഷാർജയിലുള്ള എൻ്റെ ഒരു സ്നേഹിതൻ ഞങ്ങൾക്ക് വിസ ടിക്കറ്റൊക്കെ തന്ന് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആ പാട്ട് അവിടെ അമ്മച്ചെ കൊണ്ട് പാടിക്കണം എന്ന്. അതങ്ങ് ദൈവം സാധിച്ചു. പക്ഷെ ഇതിലൊരു വലിയൊരു സത്യമുണ്ട്. ഇപ്പം എല്ലാവരും കരുതിരിക്കും ഞങ്ങൾ ഗൾഫിലൊക്കെ പോയി വലിയ കാശുകാരായി പോയി, വലിയ പണക്കാരായി പോയി, അങ്ങനെ ആൾക്കാർ ധരിച്ചിരിക്കുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ 24 ദിവസമേ ഞങ്ങളവിടെ നിന്നുള്ളൂ. കാരണം അത് കഴിഞ്ഞ് പിറ്റേ മാസം എനിക്ക് സർജറി ഉണ്ടായിരുന്നു, ഹെർണിയയുടെ. ഇനിയിപ്പോൾ അടുത്തത് പിന്നെ ഈ കിഡ്നിയുടെ സർജറിയാണ്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇനി പോകുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി കാശുകാരായെന്ന് പറഞ്ഞ് അമ്മച്ചിക്ക് വല്ലപ്പോഴൊക്കെ ഇത്തിരി സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരുന്നു. ദുബായിൽ നിന്ന് അവിടുന്ന് ആൾക്കാർ ചെറിയ നന്മ വല്ലപ്പോഴൊക്കെ മാസം അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ അവരും അമ്മച്ചിക്ക് ഇപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല. കാരണം ഞങ്ങൾ കാശായി പോയി എന്നുള്ള കാരണം ഞങ്ങൾക്കത് പരാതിയില്ല, നോ പ്രോബ്ലം, എല്ലാം കർത്താവിൻ്റെ കരുത്തിൽ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അമ്മച്ചി അവിടെ കൊണ്ടുവന്ന ദേശമല്ല ഒന്ന് കാണിക്കാൻ പറ്റി. അമ്മച്ചി കണ്ട് ഞങ്ങൾ ഒന്നിച്ച് ശുശ്രൂഷിച്ച് അത് വലിയൊരു എനിക്ക് ഒന്നിച്ച് ഫ്ലൈറ്റ് യാത്ര ചെയ്തു. അതാണ് എനിക്കത് മതി. ആ ദൈവത്തിൻ്റെ ഹിതം നിറവേറി. ആരെന്തൊക്കെ പറഞ്ഞാൽ ഇതാണ് എൻ്റെ പിന്നിലെ വലിയ സത്യം. ഞാൻ ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ പ്രപഞ്ച സംഗീതം എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ ഞാൻ കണ്ടു. എനിക്ക് തോന്നുന്നു അത് അടുത്ത രണ്ടുപേരുടെയും കൂടെ പാട്ടാണെന്ന്. ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നെപ്പോലെ ആയിരങ്ങൾ ലക്ഷങ്ങൾ അമ്മച്ചിയുടെ ഈ സ്വരമാധുര്യം കേൾക്കുവാനും നിങ്ങളുടെ ഈ സംഗീതം ആസ്വദിക്കുവാനും ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് റിലീസിന്റെ സമയമായോ? പക്ഷേ ആ പാട്ടിൻ്റെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞു, മിക്സിങ് കഴിഞ്ഞു. അത് ഈ പ്രാവശ്യത്തെ പാട്ട് എഴുതിയത് ഞാനല്ല, എൻ്റെ പ്രിയ സ്നേഹിതൻ ലാലച്ചൻ ദേവസ്യാണ് ആ പാട്ട് എഴുതിയത്. അദ്ദേഹമാണ് ആ പാട്ട് എഴുതിയത്. വളരെ വ്യത്യസ്തമായ വരികളാണ് പ്രപഞ്ച സംഗീതം. കാരണം പ്രപഞ്ച സൃഷ്ടികളും സകല സൃഷ്ടികളും യഹോവയെ സ്തുതിക്കട്ടെ എന്നൊരു അർത്ഥത്തിൽ വരുന്ന വരികളാണ്. എല്ലാവരും കാത്തിരിക്കുകയാണ്. നിങ്ങൾ അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുക, പാസ്റ്റർ പ്രാർത്ഥിക്കുക. ഒരു 2 ആഴ്ചയുടെ കഴിയുമ്പോൾ ആ പാട്ട് തീർച്ചയായിട്ടും റിലീസ് ചെയ്യും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏതായാലും ഇത്രയും കാര്യങ്ങൾ നമുക്ക് സംസാരിക്കുവാനും കാര്യങ്ങളൊക്കെ അറിയുവാനും കർത്താവ് സഹായിച്ചു. ഞാൻ എൻ്റെ ഈ ചോദ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ അനേകർ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ ഷാജി പാസ്റ്ററും പ്രിയ അമ്മച്ചിയും എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് നിങ്ങളുടെ സാഹചര്യം എന്നൊക്കെ അറിയാൻ എന്നെപ്പോലെ അനേകർ ആഗ്രഹിച്ചിരുന്നു. അവരുടെ ഒരു വക്താവായിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ച് പിരിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, ഈ പ്രിയ മാതാവിന് ഇത്രത്തോളം നമ്മൾ അറിയുവാൻ, ഇത്രത്തോളം ദൈവനാമത്തിൽ ഉപയോഗിക്കപ്പെടാനുള്ള ഒരു പ്രധാന കാരണം അത് നിങ്ങൾ അറിയണം. കർത്താരദാസൻ പ്രിയ ഷാജു പാസ്റ്റർ, നമുക്കറിയാം അനേക മാതാപിതാക്കന്മാരെ ഈ ലോകം തള്ളിക്കളയുമ്പോൾ ഈ പ്രിയ മാതാവിൻ്റെ താലന്തുകൾ തിരിച്ചറിഞ്ഞ്, ഈ പ്രിയ മാതാവിൻ്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ഈ പ്രായത്തിലും ഈ ദൈവദാസൻ ആ മാതാവിന് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും നൽകി, ആരുമില്ലാതിരുന്ന സ്ഥാനത്ത് താൻ ചേർത്ത് പിടിച്ച് എല്ലാ പ്രോത്സാഹനങ്ങളും നൽകി ഇത്രത്തോളം അവരൊരുമിച്ച് ശുശ്രൂഷിക്കുവാൻ, അത് കാണുമ്പോൾ തന്നെ എന്ത് സന്തോഷമാ. മാതാപിതാക്കന്മാരെയൊക്കെ മക്കള് അനാഥാലയത്തിൽ ഉപേക്ഷിക്കുമ്പോൾ ഈ മാതാവിനെയും ചേർത്ത് പിടിച്ച് എവിടെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വിദേശ രാജ്യത്താണെങ്കിലും രണ്ടുപേരും കൂടെ യാത്ര ചെയ്ത് കൺവെൻഷനുകൾ നടത്തി, അപ്പോൾ തന്നെ പരസ്യയോഗങ്ങൾ നടത്തി ദൈവനാമത്തിനു വേണ്ടി അവരെ പ്രയോജനപ്പെടുത്തിയതിന്റെ പിൻപിൽ ഈ ദൈവദാസൻ മാത്രമാണെന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക. ഇന്നും പലർക്കും അറിയത്തില്ല ഈ ഗ്രേസി അമ്മച്ചിയുടെ മകനാണ് പ്രിയ ഷാജു പാസ്റ്റർ എന്നുള്ളത്. അത് അങ്ങനെയല്ല, ഇവര് മകനും അമ്മയുമാണ്. ഈ അമ്മയ്ക്ക് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും നൽകി
ഈ പ്രിയ മാതാവിനെ ഇത്രത്തോളം നടത്തുന്നത് പ്രിയ ദൈവദാസനാണ്. പിന്നെയും ഈ അമ്മച്ചി ദൈവം ധാരാളമായി ഉപയോഗിക്കേണ്ടതിന്, ഇവരെ രണ്ടുപേരെയും ദൈവാത്മാവ് ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അവരെ മീറ്റിങ്ങിനൊക്കെ ക്ഷണിക്കുക. നിങ്ങളുടെ മീറ്റിങ്ങുകളിലേക്ക്, നിങ്ങളുടെ ഫാസ്റ്റിംഗ് പ്രയറുകളിലേക്ക്, പ്രാർത്ഥനകൾക്കായിട്ടൊക്കെ ദയവായി ഇവരെ വിളിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരിക്കും എന്നുകൂടി ഓർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ്, ഈ കൂടിക്കാഴ്ച അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ അമ്മയുടെയും മകന്റെയും വിശേഷങ്ങൾ നമ്മൾ കണ്ടല്ലോ. വളരെ ദൈവകൃപയും കലാവാസനയുമുള്ള ഒരു ദൈവദാസനാണ് പാസ്റ്റർ ഷാജു ശാമുവൽ. ഇവരെ നിങ്ങൾ മറക്കരുത്. ഇവരുടെ പാട്ടുകളും ശുശ്രൂഷകളും കാനാവിൽ മ്യൂസിക് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ ചർച്ചകളിലും യോഗങ്ങളിലും ഇവരെ ക്ഷണിക്കുക. ഇവരുടെ പാട്ടുകളും ശുശ്രൂഷകളും നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറും. ഈ വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ നിങ്ങൾക്ക് ഇവരെ വിളിക്കാം, വിശേഷങ്ങൾ അറിയാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങൾക്ക് ഇവരെ അറിയിക്കാം. ഇവർ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ഒപ്പം നമുക്കും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.